കൊല്ലത്തിന്റെ മനോഹരമായ ഒരു പ്രകൃതി ഭംഗി പങ്കുവെച്ചുകൊണ്ട് രാജ്കുമാറിന്റെ ഒരു വാർത്ത നൽകിക്കൊണ്ട് ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളത്തിൽ നിന്ന് ഞാൻ വിടവാങ്ങുകയാണ്. കൊല്ലത്തെ പ്രകൃതി രമണീയമായ അക്വഡേറ്റും പരിസര പ്രദേശങ്ങളും വിനോദസഞ്ചാരികളെ മാടി വിളിക്കുകയാണ്. മഞ്ഞിൽ പൊതിഞ്ഞ പശ്ചിമഘട്ട മലനിരകളും ബ്രിട്ടീഷ് കാലത്തെ എസ്റ്റേറ്റും ചാലിയക്കരയെ താമസിയാതെ സിനിമാ താഴ്വരയാക്കും. അതേസമയം വന്യമൃഗശല്യവും രൂക്ഷമാണ്. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം അവസാനിക്കുന്നു. നമുക്ക് വരും ദിവസങ്ങളിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. നല്ലൊരു ദിവസമാകട്ടെ. ഇതാണ് നമ്മുടെ ഈ പറഞ്ഞ കറവൂർ അക്വഡേറ്റ്. ഈ അക്വഡേറ്റിൻ്റെ സമീപത്ത് താമസിക്കുന്ന നമ്മുടെ നാട്ടിലെ സുന്ദരികളായ ഗ്രാമീണ നല്ല മനുഷ്യരാണ് ഇവർ. ഇതുണ്ട് പറയുമ്പോഴേ ചിരിക്കുന്നുണ്ടോ, അവർക്കൊക്കെ അങ്ങ് നാണം, അങ്ങ് ഇത്രയും കാലമില്ലാത്ത നാണമൊക്കെ ഇവിടെ നിന്നൊക്കെയോ വരുന്നത്. അവർ സുന്ദരികളല്ലേ അല്ലേ? അപ്പോൾ ഇവരുടെ നാടിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് പറയാനുണ്ട്. ഇതൊരു ഗ്രാമീണ ഭംഗി നിറഞ്ഞ സ്ഥലം. അപ്പുറത്ത് തെന്മല പഞ്ചായത്ത് ഇത് തെന്മല പഞ്ചായത്ത്, അപ്പുറത്ത് പെറവന്തൂർ പഞ്ചായത്ത്, രണ്ടിൻ്റെയും അതിർത്തി ആ ഭാഗങ്ങളിലാണ് ഇവരൊക്കെ താമസിക്കുന്നത്. എല്ലാവരും വന്ന് കാണേണ്ട സ്ഥലമാണ്. നമ്മുടെ അയ്യപ്പൻ, നമ്മുടെ ക്യാമറമാൻ, അദ്ദേഹം ഇതിൻ്റെ ദൃശ്യങ്ങളെല്ലാം പകർത്തി കാണിക്കും, മനോഹര കാഴ്ചകൾ. ഇനി നമ്മൾ അതിലേക്കാണ് പോകുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ തെന്മല പഞ്ചായത്തിലെ ചാലിയക്കര അക്വഡേറ്റും പിറവന്തൂർ പഞ്ചായത്തിലെ കറവൂർ അക്വഡേറ്റും വിനോദസഞ്ചാര മേഖലയിൽ സ്വന്തം കയ്യൊപ്പ് ചാർത്തും. ജലസേചന പദ്ധതിയുടെ വലതുകര കനാൽ കടന്നുപോകുന്ന കറവൂരും ചാലിയക്കരയിലും ഉയരത്തിലെ അക്വഡേറ്റുകൾ ഒന്ന് കണ്ടാൽ മതി. അപൂർവ ഗ്രാമീണ ഭംഗി ആസ്വദിക്കാം. പരസ്പരം മിണ്ടിയും കിലുങ്ങിയും തമാശകൾ പറഞ്ഞും കലപില കൂടിയും സൊറ പറഞ്ഞും കാട്ടിലെ ജലം ഒഴുകുന്ന അക്വഡേറ്റിനെ നമ്മൾ അറിയാതെ പ്രണയിച്ചു പോകും. ഞങ്ങൾ പുഴയുണ്ട്, ഇവിടെ മഞ്ഞ് വരെ പേര് അക്വഡേറ്റ് പാലത്തിൻ്റെ വണ്ടയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പം ചാലിയക്കരക്കാരുടെ അഭിമാനമായ ഇടമാണിത്. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച എസ്റ്റേറ്റ് ഇപ്പോൾ AVTയുടെ പക്കൽ. പഴമ വിളിച്ചറിയിക്കുന്ന പഴയ കെട്ടിടങ്ങളും പള്ളിയും കാവുകളും വിനോദസഞ്ചാരികൾക്ക് നവ്യാനുഭവം പകരും. സിനിമാ ലൊക്കേഷനാണെങ്കിലും പറ്റിയ ഇടം. വെയിലായാലും മഴയായാലും ചാലിക്കരയുടെ ഭംഗി ഒന്ന് വേറെ. ശുദ്ധവായു, നല്ല മനുഷ്യർ, ഇനിയും അന്യം നിന്നു പോകാത്ത സസ്യജാലങ്ങളും വൃക്ഷങ്ങളും പക്ഷിമൃഗാദികളും എന്നുവേണ്ട നോഹയുടെ പെട്ടകത്തിൽ കൊള്ളാനുള്ളതെല്ലാം ഈ ഭൂമി മലയാളത്തിലുണ്ട്. ഇതൊക്കെയാണെങ്കിലും വന്യമൃഗങ്ങളുടെ അധിനിവേശം ജനജീവിതം ഭീതിയിലാഴ്ത്തുന്നു. അതേസമയം വനം വകുപ്പിന്റെ നിരീക്ഷണവും സജീവം. വന്ന് കണ്ടു നോക്കണം നമ്മുടെ ഈ നാട് എങ്ങനെയുണ്ടെന്ന്. നല്ല നീളമുള്ള പാലങ്ങൾ ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട് നമുക്കിവിടെ. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടംപോലെ പുഴകളുണ്ട്. അതുപോലെ കനാലിൽ നിറയെ വെള്ളം വരുന്ന സമയങ്ങളുണ്ട്. ഇപ്പോൾ മഴ ആയതുകൊണ്ട് കുറച്ചിട്ടിരിക്കുക. പിന്നെ അതുപോലെ നമുക്ക് ഇഷ്ടംപോലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട് ഇവിടെ തന്നെ. വെള്ളച്ചാട്ടങ്ങളുണ്ട്, അതുപോലെ പാറക്കെട്ടുകളുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ചാലിക്കരയിൽ നിന്ന് വനമേഖലയിലൂടെയുള്ള മാമ്പഴത്തറയിലേക്കുള്ള യാത്രയും നയനമനോഹരം. എപ്പോഴും നമ്മളെ തഴുകി കോരിത്തരിപ്പിക്കുന്ന തണുത്ത കാറ്റും ഗന്ധവും പ്രണയം പകർന്നു നൽകും. അക്വഡേറ്റുകളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ മറക്കണ്ട. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം ചാലിക്കരയിൽ നിന്ന് രാജ്കുമാർ.